വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തൈര് വടയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ തൈര് വടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ തൈര് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം നമ്മുടെ സാധാരണ വടയില്ല, അതായത് മെതുവട, നമ്മൾ ഉഴുന്നുവട എന്ന് പറയുന്ന വട വെച്ചിട്ടാണ് ശരിക്കും സാധാരണ രീതിയിൽ നമ്മൾ തൈര് വട ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉഴുന്നുവടയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീനാസ് കറിവേൾഡിൽ. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ആ റെസിപ്പി കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിന് മുൻപ് വേറൊരു വടയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ടുള്ള റവ വട. അപ്പോൾ 3 തരം വടയിൽ നിങ്ങൾക്ക് ഏത് വട വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാൻ പറ്റും. യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല, വട മാത്രം ഉണ്ടാക്കുന്ന രീതി മാറ്റേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. കാരണം ഈ നോമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേസമയം നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലിംഗ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള തൈര് വട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൈര് വട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഉണ്ടാക്കുന്ന വട ബ്രെഡ് വെച്ചിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തൈര് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം സാധാരണ വട ഉണ്ടാക്കുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ അതൊന്നും വേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് വെച്ച് വട ഉണ്ടാക്കാം, അതിനുശേഷം തൈര് വടയാക്കാം. അപ്പോൾ സെയിം റെസിപ്പി തന്നെ നിങ്ങൾക്ക് സാധാരണ നോർമൽ വട വെച്ചിട്ടും തൈര് വട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് വട വെച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുൻപ് ഞാൻ റവ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടും നമുക്ക് സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അളവിലുള്ള 10 സ്ലൈസ് ബ്രെഡാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ 10 സ്ലൈസ് ഒരുമിച്ച് അങ്ങ് പൊടിക്കാൻ പാടില്ല, അപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല. ഒരു 3-4 ബ്രെഡ് മുറിച്ചിട്ടതിന് ശേഷം അങ്ങനെ പൊടിച്ചെടുക്കുക. അങ്ങനെ ഒരു 3 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നൈസായിട്ടുള്ള പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക, അതിലോട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു ഫോർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. പിന്നെ ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ സവാള നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സവാള ഒഴിവാക്കാം. ഇത്രയും നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അത് നമുക്ക് ഈ തൈരിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതും നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർക്കാം കേട്ടോ, പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ചേർക്കണമൊന്നുമില്ല. ഓക്കെ, എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് റവ. അത് വറക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് റവ, അതുപോലെ തന്നെ 1/4 കപ്പ്, അതായത് 1/4 ഗ്ലാസ് അരിപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറുത്തിട്ടുള്ള നൈസായ പൊടി. അതേസമയം നിങ്ങൾക്ക് പുട്ടുപൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്കവാറും തൈര് വേണ്ടി വരും. ഇനി നമുക്കിതിലോട്ട് കുറച്ചായിട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ തൈരും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, ഒരു ടേബിൾ സ്പൂൺ തൈര് എക്സ്ട്രാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഈ തൈര് ചെറിയൊരു പുളിയുള്ള തൈര് വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ, കാരണം ഇത് വടയല്ലേ, അപ്പോൾ വടയ്ക്കൊരു ചെറിയൊരു പുളി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഉഴുന്നല്ലേ, ഉഴുതിന് ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പുളിപ്പുണ്ടാവും. പക്ഷേ ഇതിനില്ലാത്ത കൊണ്ട് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇട്ടതിന് ശേഷം ഉള്ള ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഞാൻ മൊത്തത്തിൽ എത്ര തൈര് ചേർത്തെന്ന് അവസാനം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ഗ്ലാസ് തൈരും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസം വരും, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രെഡും എല്ലാം വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യണം. അതിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്, അതായത് ഉപ്പും അതുപോലെ തന്നെ കായത്തിൻ്റെ ഫ്ലേവറും പച്ചമുളകും എല്ലാം ഉണ്ട്. അതുപോലെ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം, കാരണം നമ്മുടെ കൈ ഓരോ പ്രാവശ്യം ഇത് വടയുടെ ഷേപ്പ് ആക്കുമ്പോൾ കൈ അതിൽ നനച്ചതിന് ശേഷം വേണം ഷേപ്പ് ആക്കാൻ. അതുകൊണ്ട് അത് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ചൂടാക്കാൻ വയ്ക്കുക. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ മാവ് ഉണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലാണ് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഉള്ളിൽ. അതായത് നമ്മുടെ ഉഴുന്നുവടയുടെ കാര്യം പറഞ്ഞില്ല, അതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ കൈയൊന്ന് മുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയൊരു ഉരുളി എടുക്കുക. എങ്ങനെ എത്ര വലിയ സൈസ് വേണോ അത് അത്രയനുസരിച്ച് ഓരോന്നും ഉരുളകളെടുത്ത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുത്തല്ലോ. അതിന് ശേഷം തള്ളവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിലോട്ട് ഒരു കുഴി കുഴിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് അങ്ങ് വരും കേട്ടോ. സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ വരും. പിന്നെ ആ മാവ് വെള്ളം കുറവാന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലഫിയായി വന്നിട്ടില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലോണം വീർത്ത് വരും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആവും. പക്ഷേ ഉള്ളിൽ അങ്ങ് കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഇടുന്ന ഓർഡർ അനുസരിച്ച് വേണം പുറത്തേക്ക് എടുക്കാൻ. കാരണം ആദ്യം ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കുക്കാവും. പിന്നെ പതുക്കെ നമ്മൾ ഓരോന്ന് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളെ കുക്കിംഗ് ടൈം മാറ്റം വരും. അല്ലാതെ മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് കോരിയെടുക്കാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ആദ്യം ഇട്ടത് റെഡി ആവുമ്പോൾ ആദ്യം അങ്ങ് കോരിയെടുക്കുക. അതുപോലെ അങ്ങ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിനറോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ റെഡിയാക്കി വെക്കുക. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വടയില്ല എന്ന് ആരും പറയില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ഉഴുന്നുവടയുടെ സെയിം ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ജീരകം ചേർക്കാം. അതുപോലെ തന്നെ പെപ്പർ, അതായത് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള വടയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് റെഡി ആകുമ്പോൾ ഇതും കോരിയെടുക്കും. എന്നിട്ട് ഒരെണ്ണം കഴിച്ച് നോക്കുക ആദ്യത്തെ സെറ്റിൽ. എന്നിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മാവിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് എല്ലാ വടയും റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ചെയ്ത പോലെ ഈ എണ്ണയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയുടെ മുകളിൽ വെച്ചിട്ട് ഈ ഷേപ്പ് ആക്കിയതെല്ലാം. ചില വെള്ളം നമ്മുടെ കയ്യിലുള്ള വെള്ളം ചിലപ്പോൾ എണ്ണയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ സൈഡിൽ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ ചൂട് എപ്പോഴും മീഡിയം ആവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഹോൾ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഹോൾ ഇടുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ തൈര് വടയിൽ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതേസമയം സാധാരണ രീതിയിൽ നിങ്ങൾ വട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ഓട്ട ഇടണം കേട്ടോ. അത് നിർബന്ധമാണ്. പക്ഷേ തൈര് വടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ ഇടാണ്ട് തന്നെ നമുക്ക് വെറുതെ കോരി ഒഴിച്ചിട്ടും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വടയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ എനിക്ക് 34 വടയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു മീഡിയം സൈസ് വട 34 എണ്ണം. ഇനി നമുക്ക് തൈര് വട റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 കിലോ തൈര് ബോക്സ് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അതുപോലത്തെ 1 കിലോ തൈര് വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. മോര് പോലെ അവൻ അത്ര നൈസ് ആവണ്ട. അപ്പം വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ തൈര് വട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൈര് വട കുറച്ചും കൂടെ സമയം ഇരിക്കുമ്പോൾ ആകെ അങ്ങ് പുളി രസമാവും, കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഓക്കെ, ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി മധുരമുള്ള തൈര് വടയാണ് ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടെ വേണം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരിൻ്റെ പുളി അനുസരിച്ച് മധുരത്തിൻ്റെ അളവിന് മാറ്റം വരുത്തിയാൽ മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും അതായത് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണം ഡിപ്പെൻസ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ കുറവ് മതി. അപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇവിടെ ജാൻചേട്ടനും ഞാനും ഉണക്കമുന്തിരിയുടെ ആളായതുകൊണ്ട് കൂടുതൽ ഉണക്കമുന്തിരി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഉണക്കമുന്തിരി ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കൈപ്പിടി ഉണക്കമുന്തിരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീർത്ത് വരും. ആ സമയത്ത് കോരി മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് പിന്നെ ഈ എണ്ണയിൽ തന്നെ അടുത്ത പ്രൊസീജിയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ പോലെ നല്ലെണ്ണയിൽ ചെയ്യാം. കാരണം അപ്പോഴാണ് ഒരു പ്രത്യേക ഈ തമിഴ് ഫ്ലേവർ വരുള്ളൂ. തമിഴ് ഡിഷസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്. നല്ലെണ്ണയിലാണ് അവരിതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തും എണ്ണ മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സാധാരണ എണ്ണ തന്നെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. പക്ഷെ ഞാനിവിടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്, കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറു തീയിലിട്ടതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കരിയാൻ നിൽക്കരുത്. നമുക്കിനി ഇതിലോട്ട് അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീയിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറണം. അതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് നോക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസില്ലേ വറുത്ത് വെച്ചിരിക്കുന്ന അത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ, മുഴുവൻ ഇടണ്ട. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഒന്നും കൂടെ. അടിപൊളിയുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വട ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരം ഇതിൽ സോക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴാണ് ഈ വടയുടെ ഉള്ളിലോട്ടൊക്കെ തൈരൊക്കെ ഉള്ളിലോട്ട് അങ്ങ് പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഈ വട മുഴുവനും മുങ്ങിക്കിടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ തൈര് കുറവാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വട പുറത്തേക്ക് നിൽക്കണമെങ്കിൽ ഉള്ളിലോട്ടങ്ങ് വടയുടെ ഉള്ളിലോട്ടങ്ങ് തൈര് പോവില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത്ര വട സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല. എനിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കാറില്ല. അപ്പോൾ ഇത്ര തൈരിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഇത്രയും വട ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും തൈര് എടുത്തത് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് താഴേന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴേക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ സെർവിങ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പാത്രത്തിലാണോ ഇടുന്നത് ആ പാത്രത്തിൽ തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1-2 വട ഇട്ടിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റിയതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ തൈര് വട കഴിക്കുമ്പോൾ അതിൻ്റെ മേലെ ബൂന്തി കാണാറില്ലേ? ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബൂന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലുലുവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എങ്ങനെ ബൂന്തി ഉണ്ടാക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡു ഇല്ലേ, ലഡു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിലുണ്ട്. അതിൽ ബേക്കിംഗ് പൗഡർ ഇടണ്ട, ജസ്റ്റ് കടലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെള്ളം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ മേലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, അത്രമാത്രം മതി. പിന്നെ ഒരു ഇച്ചിരി കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒരല്പം മുളക് പൊടി, അത് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതൊരു ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് പതുക്കെ സൂക്ഷിച്ചിട്ട് വേണം ഓരോന്നും എടുത്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അതിലോട്ട് പിടിച്ചിട്ടുണ്ട്. അവസാനം അതിൻ്റെ മുകളിൽ കൂടെ തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ വടയൊക്കെ നല്ല ഇരട്ടി സൈസിലോട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഭക്ഷണമാണ്. കാരണം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി വെക്കണമെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും, നമുക്ക് ജോലി കുറവാണ്. മറ്റേ വട ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടില്ല. പക്ഷേ തൈര് വട മറ്റേ വടയാണെങ്കിൽ സെയിം പ്രൊസീജിയറാണ് കേട്ടോ. അതായത് ശരിയായ രീതിയിൽ ഉഴുന്ന് വട ചെയ്യുകയാണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ആ വട ഈ വടയായിട്ട് ഞാൻ കമ്പയറും ചെയ്യുന്നില്ല, കാരണം അതിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എളുപ്പ വഴിക്ക് ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളൊരു പോട്ട്ലക്ക് പാർട്ടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസലായിട്ടുള്ളൊരു വിഭവം. പിന്നെ ഇതൊക്കെ പുറത്തൊന്നും അധിക സമയം എടുത്ത് വെക്കാൻ പാടില്ല, കാരണം പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് 1 മണിക്കൂറൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ബാക്കിയുള്ളത്. കാരണം പുളി കൂടി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ല. ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല ഈ സംഭവം. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് തൈര് കോരി മേലെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ തൈര് വട പരിപാടി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില തൂയി കൊടുക്കാം. ഭംഗിക്ക് വേണ്ടി ഒരു പൊടി മുളക് പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, നല്ല മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാനിനി ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ധൈര്യപൂർവ്വം എനിക്കിത് കഴിക്കാൻ പറ്റും, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വടയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഉഴുന്ന് വടയില്ലേ അതിനേക്കാളും പെട്ടെന്ന് തന്നെ സോക്കായി പോകും. അതുകൊണ്ട് അരമണിക്കൂറിന് മേലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് എണ്ണ ഒരുമിച്ച് വെച്ചിട്ട് അരമണിക്കൂറിന് മേലെ വെക്കുകയാണെങ്കിൽ അത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലോട്ട് ചെയ്യണം ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇത് എടുക്കാൻ നോക്കിയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ബൂന്തിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരു വായ ഞാൻ കഴിക്കട്ടെ. അടിപൊളി. ഇത് വടയല്ല ആരും പറയില്ല കേട്ടോ, നിങ്ങൾ സർപ്രൈസായിട്ട് കൊടുത്താൽ മതി.
തൈര് വട എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, അല്ലാണ്ട് ബ്രെഡ് വട എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ നോമ്പിൻ്റെ ഒക്കെ ഇതേപോലെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ച് പരീക്ഷ നോക്കണ്ടേ? എന്നിട്ട് കഴിക്കുന്നത് ഇതെന്താ? റഷ്യൻ ഹണി, കൂട്ടുകാരൻ്റെ സമ്മാനം. ശല്യം കൂടിയപ്പോൾ റഷ്യന്ന് ഹണി ഇറക്കുമതി ചെയ്തു അല്ലേ? എനിക്ക് വയ്യ. നല്ല അടിപൊളി സംഭവം എന്തായാലും.